ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജോൺസസ് വ്ലോഗ്. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ്. മത്തങ്ങ വൻപയർ എരിശ്ശേരി. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, എന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി വീഡിയോയിലോട്ട് പോവാം കേട്ടോ. ആദ്യം നമുക്ക് ജാറിലോട്ട് ഒരു അര തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ജീരകം, ക്യുമിൻ, കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്കിനി അടച്ചു വെച്ച് നല്ലപോലെ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അരച്ചു കൊടുക്കാം കേട്ടോ. വൻപയർ ഞാൻ അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. നിങ്ങളല്ലെങ്കിൽ നോർമൽ വാട്ടർ ആണെങ്കിൽ ഒരു 2 hours സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്കിനി വൻപയർ നമുക്ക് കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പയറിലോട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം പയറിനേക്കാളും മേളിൽ നിൽക്കണം കേട്ടോ. ഇനി കുറച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി കുറച്ച് മഞ്ഞളും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 to 4 വിസിൽസ്. ഇത് 1 കിലോ മത്തങ്ങയാണ് കഴുകി വാരി വെച്ചേക്കുന്നത് കേട്ടോ. വൻപയർ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് മത്തങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോ 1 കിലോ മത്തങ്ങയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് 1 സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്തിടുക കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് 2 വിസിലും കൂടി കേൾപ്പിക്കാം. പൊടിക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് 2 വിസിലും കൂടി കേൾപ്പിക്കാം കേട്ടോ. നമുക്കിനി ഇത് ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്ക് കുത്തി ഉടയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പില്ലേ, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. കടുകിനി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പില. ഇനി നമുക്ക് കടുക് താളിച്ചിടാം കേട്ടോ. അപ്പം നമ്മുടെ മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.